ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇൻ ദിസ് റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ടേസ്റ്റിലുള്ള ബട്ടർ സോൾട്ടഡ് പോപ്കോൺ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ചൂടോടെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ എന്താ ഒരു ഫീൽ അല്ലേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടികട്ടി ഉള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് പാൻ ഇല്ലെങ്കിൽ നിങ്ങൾ കുക്കർ എടുത്താലും മതി. കുക്കർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലിഡ് മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഞാനത് പ്രീമിക്സ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആകെ റെസിപ്പി ടൈം 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പോപ്കോണൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് അതിൻ്റെ ചോളത്തിൻ്റെ അല്ലി ഉണ്ടല്ലോ, നന്നായിട്ട് ഉണക്കിയെടുത്തേക്കുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കാം, അല്ലെങ്കിൽ ഏതൊരു സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. ഉണങ്ങിയിട്ടുള്ള ചോളം ചോദിച്ചാൽ മതി, തൂക്കി വാങ്ങിക്കാം. 250 ഗ്രാം അതുപോലെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബേസിൽ കിടക്കാൻ പറ്റുന്ന രീതിയിൽ, നിരത്തിയിട്ടാൽ കിടക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം എടുക്കുക. ഇനി കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ 2 ട്രിപ്പായിട്ട് തന്നെ ഉണ്ടാക്കാം. 250 ഗ്രാമൊക്കെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പോപ്കോൺ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സോൾട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ വെജിറ്റബിൾ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾ ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ സ്വാദ് ഉണ്ടാവും എന്ന് മാത്രം. കുറച്ചുകൂടെ നല്ല സ്വാദും മണവും ഒക്കെ വരണമെങ്കിൽ ബട്ടർ ചേർക്കണം. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ബട്ടർ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ചൂടുള്ളത് കൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു. അതുപോലെ ബട്ടർ പെട്ടെന്ന് തന്നെ അലിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം. എല്ലാം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പറ്റി കിടന്നാലാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാതെ കിടക്കും. ഓക്കെ, ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഫ്ലെയിം സ്റ്റാർട്ടിങ്ങിൽ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറാണ് ഇതിന് വേണ്ടത്. ലോ ഫ്ലെയിമിലാണെങ്കിലും ഇങ്ങനെ പതിയെ കിടന്ന് ചൂടായി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കൂട്ടി വെച്ചാലും കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിലാണെങ്കിലും നല്ലൊരു ചൂട് കിട്ടും, പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി ഒരു 20 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇത് പോപ്പപ്പ് ചെയ്യാൻ തുടങ്ങും. മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ച് വരും. ഇനി ഇത് പൊട്ടി എല്ലാം റെഡിയായി കഴിഞ്ഞാലും ഇനി കുറച്ചും കൂടി ടേസ്റ്റൊക്കെ വേണമെങ്കിൽ കുറച്ച് സോൾട്ടും അതുപോലെ മസാലയൊക്കെ ചേർത്ത് മസാല പോപ്കോൺ ആയിട്ട് എടുക്കാം. കാരമലൈസ് ചെയ്യണമെങ്കിൽ ഒരു കാരമൽ സിറപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കാരമലൈസ്ഡ് പോപ്കോൺ കിട്ടും. ഓൾറെഡി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും അതും കൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 20 സെക്കൻഡ്സിൽ തന്നെ ഇത് പോപ്പപ്പ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ച് അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും കേട്ടോ. അതെ, അപ്പം അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ബട്ടർ ചേർത്തത് കൊണ്ടിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബട്ടറും വെജിറ്റബിൾ ഓയിലും ഒന്നുമില്ലെങ്കിലും ഇതേപോലെ കുറച്ച് പോപ്പ് കേണൽസ് ഒക്കെ വാങ്ങി വെച്ചാൽ, അല്ലെങ്കിൽ കോൺ കേണൽസ് ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. ഏത് ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള റെസിപ്പി അല്ലേ. 4 മണിക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ കേണൽസിൽ നോക്കിയാൽ അറിയാം, ഒരു ഗോൾഡൻ കളറിലാണ് അതിൻ്റെ തൊലി വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് കറക്റ്റാണ് അതിൻ്റെ കുക്കിംഗ്, അല്ലെങ്കിൽ ഡാർക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഞാനിവിടെ ബിസ്ക്കറ്റിൻ്റെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിലത് ഫില്ല് ചെയ്ത് അടിപൊളിയായിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ബൈ ബൈ. See you tomorrow.